ഞങ്ങളിപ്പോൾ എസ്റ്റോണിയയിൽ നിൽക്കുകയാണ്. അപ്പോൾ എസ്റ്റോണിയയിലെ തെരുവീതിയിലൂടെ ഞങ്ങൾ നടക്കാൻ വന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു നഗരം തന്നെയാണ് എസ്റ്റോണിയ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളും അതുമാതിരി തന്നെ ഫ്ലവേഴ്സാണ് ഏറ്റവും പറയത്തക്ക ഭംഗിയാണ്. അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ വളരെ കളർഫുള്ളാണ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കാം. Of the nation, yeah? But in parliament we have a coalition system, yeah? And before it was made into parliament building, that was the governor's palace, because we didn't have a royal family on our own, but we had someone appointed by a king or emperor to manage this land, and this is where they stayed. The flag of Estonia is blue, black and white. Oh. Blue is already, this is how we understand it, yeah? Blue and yellow is Ukrainian flag, but you can see that in many places because people are supporting the ones who suffer in this war now, yeah? So that's the Parliament House. So ladies and gentlemen, the most beautiful temple, Alexander Nevsky Cathedral. You know, Alexander Nevsky was a famous Russian prince from 13th century. And he was made into a saint because of his heroic deeds, yeah? And Alexander Nevsky was a very important patron saint of Russian emperor family. So this church is 120 years old. Nicholas II, he came here himself, last Tsar of Russia, when this church was opened. And it's such a well-preserved church. If you want, we can go inside. It looks very beautiful, full of gold brass. But please don't take pictures inside, it's not allowed, okay? They went up the hill somewhere here and they started to pray to God in despair. Please help. So these are the praying ones, because this is where they prayed somewhere. And the people say all of a sudden some kind of miracle happened. Red cloth
But the white cross descended from the skies. They felt very inspired. They thought that's a sign of God. Surely we must baptize these stubborn Estonians, yeah? And unfortunately they managed. And this is the very place where the flag fell down. If you look down to the right, from this thin part, you can see that the flag is still here. തിരിച്ച് കൊണ്ടുവരണ്ടായിരുന്നു. കുറച്ച് ദൂരത്തുനിന്നാണെ കുറച്ച് വെള്ളം കുറഞ്ഞേനെ. ഞങ്ങളിപ്പോൾ എസ്റ്റോണിയയുടെ തെരുവീതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്റ്റോണിയയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും അത്രയേറെ രസകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. വളരെ ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ, അതിൻ്റെ കൺസ്ട്രക്ഷനായാലും ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ്. കുറേ പള്ളികളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഒരുപാടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണ്, നല്ല കളറൊക്കെയാണ്. കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രസമായിട്ടുണ്ട്. എസ്റ്റോണിയ നല്ല ഭംഗിയുള്ളൊരു നഗരം തന്നെയാണ്. അപ്പോൾ ഒരു ബാൾട്ടിക് കടലിൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് ഈ ബാൾട്ടിക് കൺട്രീസ് എന്ന് തന്നെ പറയുന്നത് എസ്റ്റോണിയയെ. അപ്പോൾ ബാൾട്ടിക് കൺട്രീസിൽ ഞങ്ങൾ 3 ബാൾട്ടിക് കൺട്രീസിലാണ് ഞങ്ങൾ പോയത്. അതായത് എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, അങ്ങനെ 3 ബാൾട്ടിക് കൺട്രീസിലാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. അതിലിപ്പോൾ 2 ബാൾട്ടിക് കൺട്രീസ് കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ എസ്റ്റോണിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എസ്റ്റോണിയയുടെ തെരുവേദികളോടെ ഞാൻ നടന്നുകൊണ്ടുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നഗരം തന്നെയാണ്. അറിയാൻ പറ്റില്ല.
എസ്റ്റോണിയയുടെ വീതിയിലൂടെയുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. നമ്മളുടെ ഗൈഡിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകണം. ഞങ്ങളുടെ ഗ്രൂപ്പ് അങ്ങോട്ട് മുന്നോട്ട് പോയി. ഞാൻ ഈ വീഡിയോ എടുത്ത് നടക്കുന്നതാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റാണ്. എസ്റ്റോണിയയിലെ ഏറ്റവും ആദ്യം തുടങ്ങിയിട്ടുള്ള ഫാർമസിയാണ്. 1422 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഫാർമസിയുടെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. അതിനുശേഷം തുടർച്ചയായിട്ട് ഇത് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എസ്റ്റോണിയ. എത്ര കണ്ടാലും മതിയാവാത്ത അത്രയും നല്ല ഒരു രസമുള്ള രാജ്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ തണുപ്പിലൂടെ നടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഒരു 14 ഡിഗ്രി 15 ഡിഗ്രി ആ രീതിയിലാണ് ഇപ്പോൾ കാലാവസ്ഥ. നല്ല രസമുണ്ട്. ഇപ്പോൾ ഉച്ചനേരത്തെ ഇവിടുത്തെ സമയം ഇപ്പോൾ ഉച്ചനേരമാണ്. എന്നാലും നല്ല ചൂടൊന്നുമില്ല. നല്ല കൂളിങ്ങാണ് ഇവിടെ. അപ്പോൾ നല്ല രസമുണ്ട്. നമുക്ക് ഈ തെരുവിലൂടെയൊക്കെ നടക്കാനായിട്ട് ഭയങ്കര രസമുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീടുകൾ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. കുറേ ഫ്ലവേഴ്സും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവിടെ വർഷം കഴിയും. കല്ലറകൾ മൂടി വെച്ചിരുന്ന കല്ലുകളാണ് കേട്ടോ. കല്ലറകളെ പഴയ കാലത്തെ കല്ലറകളുണ്ട്. മൂടി വെച്ചിരുന്ന കല്ലുകളാണ്.